ഹായ് ഫ്രണ്ട്സ്, വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ നേരിട്ട് കണ്ടിട്ട് കാര്യം വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ വളരെ വലിയ വിഷയങ്ങളായിരുന്നു. ഇവിടെ വേറൊന്നുമില്ല, അസുഖാവസ്ഥകൾ തന്നെയാണ്. ഓരോരുത്തർക്കായിട്ട് മാറി മാറി വരുന്ന അസുഖങ്ങൾ എന്നെയും വളരെ വലുതായിട്ട് ഒന്നൊലച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അസുഖാവസ്ഥകളുടെ പേരൊന്നും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. അങ്ങനെ അതിൻ്റെ പണികളിലോട്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ വേറൊരു നല്ല അടിപൊളി പണി വീണ്ടും കിട്ടി. എൻ്റെ അമ്മ ഒന്ന് വീണു. അപ്പോൾ ഇല്ലെങ്കിൽ അമ്മയൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അനിയനും പിള്ളേരും എല്ലാവരും ഉണ്ട്, അവർ നോക്കിയോളൂ. പക്ഷേ അമ്മ വീണു എന്ന് വെച്ചാൽ ഈ ഗ്യാസ് കണക്ഷന് വേണ്ടി പൈപ്പിടാൻ വേണ്ടി കുഴി വീട്ടിൻ്റെ അവിടെ അകത്തോട് കുറച്ച് ദൂരം എടുത്തുകൊണ്ട് പോയാൽ അടുക്കളയിലോട്ട് എത്തുള്ളായിരുന്നു. അങ്ങനെ അവർ കുഴിച്ച് അവർ മണ്ണിച്ചിരി നീക്കിയിട്ടിട്ടങ്ങ് പോയി. മഴ പെയ്യത് നല്ല ചവിട്ടിയൊക്കെ ഉറക്കണ്ടേ. അപ്പോൾ ആ കുഴി എടുത്ത അത്രയും ഭാഗത്തിൽ മണ്ണ് അവർ ഇട്ടിട്ട് പോയെങ്കിലും അതങ്ങ് താഴ്ന്നു പോയെന്തോ. അമ്മ തുണിയിടാൻ അങ്ങോട്ട് പോയപ്പോൾ കാലം സ്ലിപ്പായി കുഴിക്കകത്ത് പോയിട്ട് നല്ല പണി കിട്ടിയെന്ന് വെച്ചാൽ അടിപൊളി പണി കിട്ടി. അത് ആ വലത് കൈയുടെ ഷോൾഡറിൽ പൊട്ടി. നല്ല പൊട്ടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് പൊട്ടിയത് കാരണം നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വെച്ച് വയറിൽ നെഞ്ചിൽ കൂടെ ചേർത്ത് ഇങ്ങനെയും കൂടെ ആയിട്ട് ഒരു 3-4 ബെൽറ്റ് ഇട്ടത് ഒരു സാധനം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അതനക്കാൻ പറ്റില്ല. ഇടത് കൈയുടെ 3ാമത്തെ വിരലിലോട്ട് പോകണം ഈ പത്തിയില ഇവിടെ പൊട്ടി പോരെ. 2 കൈയും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനും പറ്റത്തില്ല. മുറിവാണെങ്കിൽ ഇവിടെ മുതൽ ഇങ്ങനെ വന്നത് ഇതുവരെ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുവന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പഴമൊഴി പറയും പോലെ അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ കിടന്ന് വിളിച്ചിട്ട് ഞങ്ങളെ നോക്കുമ്പോഴേ ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഈ കോമരങ്ങൾ കുത്തിപ്പൊട്ടിച്ചിട്ട് ഇങ്ങനെ ബ്ലഡ് ഒലിച്ചുകൊണ്ട് നിൽക്കും പോലെ മുഖത്തൂടെ ഇങ്ങനെ ബ്ലഡ് ഒറ്റി പേടി തോന്നുന്ന ഒരു രൂപത്തിലാണ് അവിടെ കിടന്നത്. അപ്പോൾ എന്താ ചെയ്യാനായിട്ട് അതെടുത്തു എല്ലാം വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പൊട്ടലും കാര്യങ്ങളൊക്കെ അറിയണം. ചുരുക്കി പറഞ്ഞ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും അമ്മയ്ക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയായി. അത് ഞാനാ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ചെയ്തു കൊടുക്കണമെന്നല്ല, ചെയ്തേ പറ്റൂ. അതാണല്ലോ നമ്മുടെ അവസ്ഥ. അങ്ങനെ അപ്പോൾ ചക്ക വറുത്തിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചക്ക കുറച്ച് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വറുത്തില്ലേ, ചക്ക വറുത്തത് ഞാൻ ഇട്ടായിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് പീസ് ചക്ക കറി വയ്ക്കാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കറി വയ്ക്കാൻ പറ്റിയില്ല. കറി വയ്ക്കാൻ പറ്റാത്തത് പല സാങ്കേതിക കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് കാരണം വെച്ചില്ല. ഇന്നതിനെടുത്ത് നോക്കിയപ്പോൾ നല്ല പഴുത്തിരിക്കുന്നു. നല്ല പണ്ടത്തെ പഴഞ്ചക്ക കൂഴച്ചക്കയില്ലേ, അത് നമുക്ക് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ, വരിക്കച്ചക്ക കൂഴച്ചക്ക അങ്ങനെയൊക്കെ പറയില്ലേ. പണ്ടാണെങ്കിൽ ഒരു വലിയ ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ പൂഞ്ചിനെ ഇങ്ങനെ എടുത്തിട്ട് മറ്റേ കൊറിയൻ പെൺപിള്ളേർ ചെയ്യും പോലെ ചക്കയുടെ പൂഞ്ചങ്ങോട്ട് എടുത്തിട്ട് അവരിങ്ങോട്ട് മുഴുവൻ എടുത്ത് ഇങ്ങനെ കഴിക്കില്ല. അതേപോലെ എനിക്കൊരു ഓർമ്മ വന്നു. നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ചെറിയ ചക്കയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ വന്നുകൊണ്ട് ആ ഒരു ഓർമ്മ പുതുക്കൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചാൽ ഒരു ചെറിയ പൂഞ്ച ഉള്ളെങ്കിലും നമുക്കങ്ങനെ നോക്കാം ഇങ്ങനെ വരും. കണ്ടോ വരുന്നുണ്ട്, കണ്ടോ നമ്മൾ പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് പച്ചച്ചക്ക ആയിരിക്കുമ്പോൾ എടുക്കുന്ന ആ പൂഞ്ച് ഇങ്ങനെ വിട്ടു വന്നുണ്ടോ. ഇനി കൊറിയൻകാരെന്താ ചെയ്യണേ, നമുക്ക് കൂടെ അത് ചെയ്താലോ. കണ്ട ഇങ്ങനെയുണ്ട്, ഇങ്ങനെയല്ലേ അവരൊക്കെ ചെയ്യണേ. നമ്മൾ മലയാളികളെല്ലാം കണ്ടുപടിയെന്നാണല്ലോ. കണ്ടു പഠിച്ചു ഞാനും. മുഴുവൻ ചക്ക ആയിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ട് നമുക്കൊരു കഴിച്ച് നോക്കാം. നല്ല മധുരമുണ്ട്, പക്ഷേ എങ്കിലും വരിക്കച്ചക്കയുടെ അത്ര എനിക്ക് അത്ര താല്പര്യമുള്ളതല്ല. എന്നാലും നല്ല മധുരമുണ്ട്. ഒന്ന് നോക്കാം. ഇതാ വലിയ ചക്കച്ചുളയാണ്, ഞാൻ വറുത്തത് ഇതാണ്. ഇത് നോക്കട്ടെ. നല്ല കർക്കണ്ടിൻ്റെ മധുരം കേട്ടോ. ഞാൻ ചെറുതായിട്ട് കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കാം നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു. നല്ല അടിപൊളി കേട്ടോ. പക്ഷെ കുറച്ചും കൂടി പഴുകണമെങ്കിലാണ്. ഇങ്ങനെ ഈ ജ്യൂസ് മാത്രം എടുത്ത് കുടിക്കുന്നത് എനിക്കിഷ്ടം. ചക്ക അതോടെ തന്നെ കാര്യം എന്താ വല പോലത്തത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്താൽ നമുക്ക് എടുക്കണ്ട.
എന്നിട്ട് ഞാൻ ഇതങ്ങ് കളയും കേട്ടോ. ഒന്നും എനിക്കിഷ്ടമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിങ്ങനെ കടിച്ച് കഴിക്കണം. കടിച്ച് കഴിക്കുന്നേക്കാളും പഴുത്തു പോയേ. നമുക്കങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റില്ല. കണ്ടോ? നല്ല അടിപൊളി ജ്യൂസ് കേട്ടോ. ഇത്രയും പാട് പറ്റുള്ളൂ എന്നെക്കൊണ്ട്. പിന്നെ ചെറിയ ഇതായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത്, പക്ഷെ ഇതൊക്കെ കുരു നല്ലതായി കണ്ടോ, നല്ല അവിച്ച് കഴിക്കാൻ പറ്റിയ സൂപ്പർ കുരു. ഞാൻ കറി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കാണിച്ചു തരാം. കറി ഉണ്ടാക്കി ഈ ചക്കയിൽ നമുക്കൊന്നും തന്നെ കളയാനില്ല. ഇപ്പോൾ ഈ ചക്ക വേവിച്ച അതിൻ്റെ വെള്ളം ഊറ്റി കുടിച്ചാൽ ക്യാൻസറിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. കണ്ടോ, പിടിക്കും, കൊണ്ട് പറ്റില്ല. ആ വലയുടെ അംശം പടാ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഉറിഞ്ചി ഇങ്ങനെ സൂപ്പാക്കി അതിൻ്റെ ജ്യൂസാക്കി കുടിക്കുന്നത്. ഇത് ഇത്തിരി കട്ടിയുണ്ടേ, മുറിച്ച് വയ്ക്കാൻ പറ്റും. നോക്കട്ടെ. എനിക്കൊന്നും കൂഴ വരിക്കയാണെന്ന് തോന്നുന്നു. അതാണ് വരിക്കയുടെ ഒരു മോഡലും ഉണ്ട്, എന്നാൽ കൂഴയുടേതും ഉണ്ട്. മുറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മുറിക്കാൻ പറ്റുന്നു. കൂഴ വരിക്കുക എന്നാണ് തോന്നുന്നത്. എല്ലാം മറ്റതുപോലെ പഠിച്ചിട്ടില്ല. അപ്പോൾ ചക്ക വിശേഷം ഇത്രയേ ഉള്ളൂ. വരിക്ക ചക്കയെക്കാളും നല്ല ടേസ്റ്റുണ്ട്. നല്ല അടിപൊളി ചക്ക. ഇതുപോലത്തെ ചക്കയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ കഴിക്കണം. കാരണം ഏതൊരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നേക്കാളും ഏറ്റവും നല്ല ഉപകാരപ്രദം, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ